സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി നമ്മിൽ തെളിദീപമായിതാ സത്യവചനം. വിടുതലായി രക്ഷയായി നമ്മിൽ നവജീവനായിതാ സത്യവചനം. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേ, ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേ. ത്യാഗത്തിൻ്റെ ധ്വനി ഞാൻ കേട്ടു കരുണയിൻ മുഖം കണ്ടു കാൽവരി മലമേലന്ന കാൽവരി മലമേ. സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേ, ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേ. മനുഷ്യപുത്രൻ അന്നാമലമേ രക്തം ചൊരിഞ്ഞപ്പോൾ, മനുഷ്യപുത്രൻ അന്നാമലമേ രക്തം ചൊരിഞ്ഞപ്പോൾ, മാനവ പാപം നീക്കിടുവാനാ തകർന്നു വീണപ്പോൾ, മാനവ പാപം നീക്കിടുവാനായി തകർന്നു വീണപ്പോൾ, ഓ സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേ, ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേ. സത്യസത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സത്യം സത്യമായുടെ എല്ലാ പ്രേക്ഷകർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. മനുഷ്യജീവിതം ഒരു യാത്രയാണ്. അത് ശൈശവം, ബാല്യം, കൗമാരം, വാർദ്ധക്യം എന്നീ ഘട്ടങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ട്രെയിൻ വിവിധ സ്റ്റേഷനിലൂടെ കടന്നു പോകുന്ന പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം. വിശുദ്ധ ബൈബിൾ പറയുന്നു, മനുഷ്യജീവിതം 70 വർഷം, ഏറെയായാൽ 80 വർഷം. അത് 120 വർഷം വരെ ദൈവം അനുവദിച്ചതായിട്ടും ബൈബിൾ പറയുന്നുണ്ട്. വചനമാകുന്ന ബൈബിൾ ഇങ്ങനെ പറയുന്നു, പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും എന്ന് സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം
7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ആയുസ് നീക്കുവാനോ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനോ ഒരു മനുഷ്യനും കഴിയുകയില്ല. അത് ധനവാനായാലും ദരിദ്രനായാലും പണ്ഡിതനായാലും പാമരനായാലും ഒരു ദിവസം മനുഷ്യൻ മരിക്കും. ഒരു ട്രെയിൻ അതിൻ്റെ ബോഗിയിൽ നിന്ന് എൻജിൻ വേർപെട്ട് പോകുന്ന പോലെ അവൻ്റെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കും. എന്നാൽ മനുഷ്യൻ്റെ ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ ദൈവവചനം പറയുന്നത് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നാണ്. അത് എങ്ങനെ പ്രാപിക്കാം എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് നമുക്ക് ആദ്യമായി ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവം സ്നേഹമാണ് എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ദൈവം സ്നേഹവാനായതുകൊണ്ട് പാപികളായ മനുഷ്യരെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു സന്ദേശമാണ് വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നത്. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എങ്ങനെയാണ് ദൈവം മനുഷ്യവർഗത്തെ സ്നേഹിച്ചത്? ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. യേശുക്രിസ്തു തൻ്റെ ക്രൂശിലെ മരണത്താൽ പാപികളായ മനുഷ്യരുടെ പാപത്തിന് പരിഹാരം വരുത്തി എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പാപികളെ സ്നേഹിക്കുന്ന സ്നേഹവനായ ദൈവം തൻ്റെ ഏകജാതനെ പുത്രനെ നൽകിക്കൊണ്ട് ഇങ്ങനെ സ്നേഹിച്ചു എന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് സന്ദേശം ലഭിക്കുന്നു. അത് കാണുമ്പോൾ, അല്ലെങ്കിൽ ആ സന്ദേശം ഒരു പാപിയായ മനുഷ്യൻ മനസ്സിലാക്കുമ്പോൾ, അവൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാനായിട്ട് ഈ ലോകത്തിൽ വേറെ ഒരു മാർഗവുമില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി കർത്താവ് യേശുക്രിസ്തു തൻ്റെ ജീവനെ നൽകി. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെ വെളിപ്പെടുത്തി എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇത്രയും വലിയൊരു സ്നേഹം നമുക്ക് ഈ ഭൂമിയിൽ കാണുവാനായിട്ട് കഴിയുന്നില്ല. അത് ഒരു പാപിയെ സംബന്ധിച്ച് ഒരു പുതിയൊരു അറിവും അവനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു അറിവുമായിട്ടാണ് ഇരിക്കുന്നത്. എങ്ങനെയാണ് ഒരു പാപി അവൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനായിട്ട് കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടത്? തൻ്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ ഒരു പാപി നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അവൻ നിത്യനാശത്തിലേക്ക് പോകേണ്ടവനാണ്. എന്നാൽ അവൻ്റെ ആ മരണത്തിൻ്റെ ശിക്ഷ താൻ തന്നെ തൻ്റെ ചുമലിൽ ഏറ്റുകൊണ്ട് പാപിയെ സ്നേഹിച്ചു എന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് സന്ദേശം ലഭിക്കുന്നു. തൻ്റെ ഏകജാതനെ പുത്രനെ നൽകിക്കൊണ്ടാണ് ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാക്കിയിരിക്കുന്നത്. അതൊരു പാപി മനസ്സിലാക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു സന്ദേശം, ഏറ്റവും സമാധാനം ലഭിക്കുന്നൊരു സന്ദേശം, ഏറ്റവും സന്തോഷം ലഭിക്കുന്നൊരു സന്ദേശമായിട്ടാണ് അത് ഒരു പാപിയുടെ ജീവിതത്തിൽ അനുഭവമാകുന്നത്. എൻ്റെയും ജീവിതത്തിൽ അങ്ങനെയാണ്. ഞാൻ ഈ സന്ദേശം ആദ്യമായി കേട്ടപ്പോൾ എനിക്കുണ്ടായ അനുഭവം. എനിക്ക് നിത്യമായ സമാധാനമാണ് ഈ വചനത്തിലൂടെ, അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയിലൂടെ എനിക്ക് ലഭിച്ചത്. അതേ അനുഭവമാണ് നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കാൻ പോകുന്നത്. ഒരു പാപിയായ മനുഷ്യൻ അവൻ്റെ നിത്യമായ നരകശിക്ഷ അവനിൽ നിന്ന് മാറി എന്ന് കേൾക്കുമ്പോൾ അവന് ലഭിക്കുന്ന ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കുവാനായിട്ട് കഴിയുകയില്ല. വാക്കുകൾ പോരാ എന്ന് പറയാനായിട്ട് കഴിയും. അത്രയും വലിയൊരു സന്തോഷമാണ് നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു എന്ന് ദൈവവചനം പറയുന്നു. പാപികളായിരിക്കുമ്പോൾ തന്നെ പാപിക്ക് വേണ്ടി വിശുദ്ധനായ ഒരു കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു ആശ്വാസം തരുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു പാപിയായ മനുഷ്യൻ ഈ ഭൂമിയിൽ ഒരു സന്തോഷവും ഒരു സമാധാനവും അനുഭവിക്കാതെ, ഒരു ലക്ഷ്യവുമില്ലാതെ ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇത്രയും ആശ്വാസകരമായിരിക്കുന്നൊരു സന്തോഷകരമായിരിക്കുന്ന ഒരു സന്ദേശം ലഭിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു സമ്മാനമാണ്. അങ്ങനെ ഈ പാപിയായ മനുഷ്യൻ ഈ കർത്താവ് യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ടാണ് അവൻ ഈ കർത്താവിൻ്റെ മകനായി തീരുവാനായിട്ട് കഴിയുന്നത്. ഞാനൊരു പാപിയാണ് കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ എന്നൊരു പാപിയായ മനുഷ്യൻ പറഞ്ഞാൽ അവൻ്റെ പാപം ക്ഷമിച്ചു കൊടുക്കുന്ന സ്നേഹനിധിയായ ഒരു ദൈവത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ആ സന്ദേശം ഒരു പാപിയായ മനുഷ്യൻ ഉൾക്കൊള്ളുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ലഭിക്കുന്ന ആനന്ദം, നിത്യമായ സമാധാനം, അത് വലിയൊരു ആശ്വാസമാണ്, വലിയൊരു സമാധാനമാണ്.
അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും എന്നാണ് ദൈവവചനം പറയുന്നത്. നമുക്ക് ഈ രക്ഷയോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം വായിക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും. ഈ വിഷയത്തെക്കുറിച്ച് എത്ര പ്രാവശ്യം പറഞ്ഞാലും എത്ര പേജുകൾ എഴുതിയാലും തീരാത്ത ഒരു വിഷയമാണ് ഇത്ര വലിയ രക്ഷ എന്നുള്ളത്. എന്നാൽ ഈ വിഷയത്തെ ഗണ്യമാക്കാതെ ജീവിക്കുന്ന ആളുകളാണ് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ രക്ഷ ഗണ്യമാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നിത്യമായ സമാധാനമാണ്. ഇത്ര വലിയ രക്ഷ എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആ രക്ഷയുടെ വലിപ്പമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്ന മഹാനായ അലക്സാണ്ടറുടെ മുൻപിൽ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ കടന്നു വരുവാനായിട്ടിടയായി. എന്താണ് തൻ്റെ ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ തൻ്റെ മകളുടെ വിവാഹം കഴിച്ചയക്കുവാനായിട്ട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് താൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ ഈ മഹാനായ അലക്സാണ്ടർ തൻ്റെ ഭൃത്യനോട് പറഞ്ഞു, അകത്തിരിക്കുന്ന അല്ലെങ്കിൽ സ്വർണം ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആ ചാക്കിൽ നിന്നും 2 കൈ നിറയെ സ്വർണ്ണ നാണ്യങ്ങൾ എടുത്തുകൊണ്ട് വരുവാനായിട്ട് പറഞ്ഞു. അത് ഈ മനുഷ്യന് കൊടുക്കുവാനായിട്ട് പറഞ്ഞപ്പോൾ ആ ഭൃത്യൻ അങ്ങനെ തന്നെ ചെയ്തു. എന്നാൽ ആ 2 കൈ നിറയെ സ്വർണ്ണ നാണ്യങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞു, അയ്യോ, എനിക്ക് ഇത്രയൊന്നും ആവശ്യമില്ല, അതിൽ നിന്ന് ഒരു നാണ്യം ലഭിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ മഹാനായ അലക്സാണ്ടർ പറഞ്ഞു, നീ ഈ ഒരു നാണയം കൊണ്ട് പോയാൽ പോകുന്ന വഴിക്ക് ആരെങ്കിലും നിന്നെ കാണുമ്പോൾ ഇതാര് തന്നതാണ് എന്ന് ചോദിച്ചാൽ നീ പറയും മഹാനായ അലക്സാണ്ടർ തന്നതാണെന്ന്. അപ്പോൾ എനിക്കത് വലിയൊരു മാനക്കേടാണ്, അതുകൊണ്ട് നീ ഇത് മുഴുവൻ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇങ്ങനെയാണ് ദൈവം നമുക്ക് രക്ഷ തന്നിരിക്കുന്നത്. ദാനം തന്നിരിക്കുന്ന ദാതാവ് ആരാണ്? നമുക്ക് ഈ ഇത്ര വലിയ രക്ഷാദാനം തന്നിരിക്കുന്നത് ഈ വലിയവനായ ദൈവമാണ്. ആ വലിയവനായ ദൈവം തൻ്റെ പദവിക്കനുസരിച്ചാണ് ഈ ദാനം നമുക്ക് തരുന്നത്. രക്ഷ എന്നുള്ള മഹാദാനം സന്തോഷത്തോടെ നാം സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനായിട്ടാണ് ദൈവം നമ്മെ ഇങ്ങനെ ഇത്ര വലിയൊരു രക്ഷ നമുക്ക് തന്നിരിക്കുന്നത്. ഈ രക്ഷ നമുക്ക് സമ്പൂർണ്ണമായ രക്ഷയാണ്, നിത്യമായ രക്ഷയാണ്. അതൊരിക്കലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന രക്ഷയല്ല. ഈ രക്ഷ നമുക്ക് നിത്യമായി അനുഭവിക്കാനായിട്ട് ഈ ഭൂമിയിൽ ആ രക്ഷയുടെ സന്തോഷത്തിൽ അനുഭവിച്ച് ജീവിക്കുവാനായിട്ടാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ ആ വിശുദ്ധ വിളി മനസ്സിലാക്കി ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവന് ഈ ഭൂമി തന്നെ ഒരു സ്വർഗമായിട്ടാണ്, അല്ലെങ്കിൽ അവൻ്റെ ഇഹലോക ജീവിതം തന്നെ ഒരു സ്വർഗീയ സന്തോഷത്തിലാണ് അവൻ ജീവിക്കുന്നത് എന്ന് പറയാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇത്ര വലിയ രക്ഷ നാം എപ്പോഴും ഗണ്യമാക്കണം, എപ്പോഴും അത് പരിഗണിക്കണം. ആ രക്ഷയെക്കുറിച്ച് നാം വളരെ ഗൗരവമായി ചിന്തിക്കുകയും എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ സ്നേഹവാനായ ദൈവം എത്ര വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി വേണം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ് തന്നെ ആ ഒരു ഉദ്ദേശമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് സകല മനുഷ്യരും രക്ഷ പ്രാപിച്ച് അവൻ്റെ ആ രക്ഷാകര പദ്ധതിയിൽ ഉൾപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ മനുഷ്യൻ മനഃപൂർവ്വം തൻ്റെ ദൈവത്തിൻ്റെ വഴി ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം വഴിയിൽ ജീവിക്കുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് അവൻ കടന്നു പോകുന്നത്. അവൻ്റെ പാപപ്രവൃത്തിയിൽ മുഴുകിക്കൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. പാപത്തിൻ്റെ ഫലമായിട്ട് അവൻ്റെ ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല, ലക്ഷ്യമില്ല. അങ്ങനെയുള്ളൊരു ജീവിതമാണ് ഒരു പാപിയായ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ഈ രക്ഷ സ്വീകരിച്ച് കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ രക്ഷയുടെ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ എത്ര ധന്യമുള്ളൊരു ജീവിതമാണ് ജീവിക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഇത്ര വലിയ രക്ഷ എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവമായിട്ട് എടുക്കുവാനായിട്ടാണ് നമ്മെ ഈ വചനം ഓർമ്മിപ്പിക്കുന്നത്. അത് പരിഗണിക്കണം, അത് അവഗണിച്ച് ജീവിക്കാനായിട്ടല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കുമ്പോൾ ഒരു പാപിയായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന വലിയൊരു സമ്മാനം അല്ലെങ്കിൽ വലിയൊരു അത്ഭുതം അവൻ്റെ ജീവിതത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഈ രക്ഷ അനുഭവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്.
ഈ കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ആ നിമിഷം മുതൽ പ്രവേശിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നു. എന്തിനു വേണ്ടി? ഈ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട്, ദൈവം അവനെ സഹായിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ അവന് കൊടുക്കുന്നു. ദൈവത്തിൻ്റെ വഴിയിൽ ജീവിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് അവനെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ ഒരു ആശ്വാസമാണ്. ദൈവത്തിനെ പിൻപറ്റുവാനായിട്ട്, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുവാനായിട്ട് അവനെ ശക്തീകരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്, ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധനായ ദൈവത്തെ, അല്ലെങ്കിൽ ഈ സ്നേഹനീതിയായ ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ ഒരു പാപിയായ മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമാണ് സംഭവിക്കുന്നത്. അവൻ പഴയ വഴികൾ ഉപേക്ഷിക്കുന്നു, പഴയ മനുഷ്യൻ്റെ ജീവിത ശൈലി ഉപേക്ഷിക്കുന്നു. തികച്ചും പുതിയൊരു മനുഷ്യനായിട്ടാണ് അവൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അവനെ കാണുന്നവർ അത്ഭുതപ്പെടുകയാണ്. ഇവൻ എന്ത് പറ്റി, ഈ വ്യക്തിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുവാൻ തക്കവണ്ണം വലിയൊരു മാറ്റമാണ് ഒരു പാപിയായ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അവൻ പിന്നെ പാപിയായ മനുഷ്യനായിട്ടല്ല, അവൻ ഒരു വിശുദ്ധനായ ഒരു വ്യക്തിയായിട്ടാണ്, ദൈവത്തിൻ്റെ മകനായിട്ടാണ്, ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗമായിട്ടാണ് അവൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുവാനായിട്ട് ദൈവം അവനെ സഹായിക്കുന്നു. അങ്ങനെ സഹായിക്കുമ്പോൾ അവന് വലിയ പ്രോത്സാഹനം, ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നുള്ള ഒരു പ്രോത്സാഹനം അവന് ലഭിക്കുന്നു. അങ്ങനെ അവനെ വഴി നടത്തുന്നു. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഇത് രണ്ടും അവന് സഹായകരമായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. ഈ രക്ഷയോടുള്ള ബന്ധത്തിൽ നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ വായിക്കാം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം നമുക്ക് രക്ഷ തന്നിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് എന്ന് ദൈവവചനം പറയുന്നു. അതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ഒരു പാപിയായ മനുഷ്യന് വേണ്ടി സർവശക്തനായ ദൈവം, സകല പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവും ഉടയവനുമായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകിക്കൊണ്ട് ഇത്രയും വലിയ രക്ഷ സാധ്യമാക്കി തന്നിരിക്കുന്നത് തൻ്റെ ഓമന കുമാരനെ തകർത്ത് കളഞ്ഞുകൊണ്ടാണ്. ദൈവത്തിൻ്റെ കുഞ്ഞാടായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ നിഷ്കളങ്കമായിരിക്കുന്ന രക്തം ചിന്തിക്കൊണ്ടാണ് ഒരു പാപിയായ മനുഷ്യനെ വീണ്ടെടുത്തിരിക്കുന്നത്. എത്ര വലിയൊരു കാര്യമാണ് പ്രിയമുള്ളവരെ നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിലൂടെ സാധ്യമാക്കി തന്നിരിക്കുന്നത്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ്. നിസ്സീമമായിരിക്കുന്ന സ്നേഹത്താലാണ് ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുന്നത്. ആ സ്നേഹവാനായ ദൈവം നമുക്ക് വേണ്ടി തൻ്റെ ഓമന കുമാരനെ ഈ ഭൂമിയിലേക്ക് അയച്ച് തൻ്റെ നിഷ്കളങ്കമായിരിക്കുന്ന രക്തം ചിന്തുവാനായിട്ട് കർത്താവ് യേശുക്രിസ്തുവിനെ തകർത്ത് കളഞ്ഞു എന്നുള്ളത് വലിയ ഒരു പ്രവൃത്തിയാണ് ദൈവം ചെയ്തിരിക്കുന്നത്. അത്രയും വലിയൊരു രക്ഷണ്യ പ്രവൃത്തി നമുക്ക് വേണ്ടി ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമല്ല, അത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഒരു പാപിയായ മനുഷ്യൻ ഇത് മനസ്സിലാക്കുമ്പോൾ, ദൈവമേ, എൻ്റെ പാപത്തെ മോചിക്കുവാനായിട്ട് ഇത്രയും വലിയൊരു കാര്യം, ഇത്രയും വലിയൊരു പ്രവൃത്തി നീ ചെയ്തുവല്ലോ എന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ ആത്മാർത്ഥമായി കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് കർത്താവിൻ്റെ ആ രക്ഷണ്യ പ്രവൃത്തി ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിനെ സ്വീകരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് വലിയൊരു വീണ്ടെടുപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വലിയൊരു രക്ഷ, ഇത്ര വലിയ രക്ഷ, എബ്രായ ലേഖനക്കാരൻ പറഞ്ഞതുപോലെ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കി ജീവിക്കണം എന്ന് നാം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയുടെ അർത്ഥം നാം ഉൾക്കൊള്ളുന്നത്. അങ്ങനെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയിൽ ആശ്രയിച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന് നിത്യമായ സമാധാനവും നിത്യമായ രക്ഷയും നിത്യമായ ജീവനും അവന് ലഭിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് ഈ ഭൂമിയിൽ നമുക്ക് എവിടെ പോയാലും ലഭിക്കാത്തൊരു കാര്യമാണ്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും അല്ലെങ്കിൽ ആർക്കും തരാൻ കഴിയാത്ത ഒരു വലിയൊരു രക്ഷയാണ് ഇത്ര വലിയ രക്ഷ നമുക്ക് തന്നിരിക്കുന്നത് പ്രിയമുള്ളവരെ. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്.
സ്നേഹവാനായ ദൈവം തൻ്റെ ഓമനകുമാരനെ ഈ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ ലക്ഷ്യമെന്താണ്? എനിക്ക് വേണ്ടിയാണ് എന്നൊരു പാപി മനസ്സിലാക്കണം. എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനായിട്ട് മറ്റൊരു വഴിയും ഇല്ലാതിരുന്നപ്പോൾ തൻ്റെ ഓമനകുമാരനെ തകർത്ത് കളഞ്ഞു. അതൊരു പാപിയായ മനുഷ്യൻ മനസ്സിലാക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷം, നിത്യമായ സമാധാനം അവന് ലഭിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ കർത്താവ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ അനുഭവിച്ച് തീർത്തു എന്നൊരു പാപി മനസ്സിലാക്കുമ്പോൾ അവന് നിത്യമായ രക്ഷയാണ് ലഭിക്കുന്നത്, നിത്യമായ സന്തോഷമാണ് അവന് ലഭിക്കുന്നത്, നിത്യജീവനാണ് അവന് ലഭിക്കുന്നത്. അങ്ങനെ നിത്യജീവൻ്റെ ഉടമയായി തീരുമ്പോൾ അവൻ്റെ ഈ ഭൂമിയിലുള്ള ജീവിതം അവസാനിച്ച് നിത്യതയിലേക്ക് അവൻ പ്രവേശിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു വീണ്ടും വന്ന് അവനെ ചേർക്കും എന്നുള്ള കാര്യം കൂടെ അറിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ പ്രത്യാശ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അവന് കർത്താവിന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടും ശുശ്രൂഷിക്കുവാനായിട്ടും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ടും കർത്താവിനെ ആരാധിക്കുവാനായിട്ടും അവന് പ്രചോദനം ലഭിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ കർത്താവിൻ്റെ വീണ്ടും വരവിൽ അവൻ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട് അവൻ നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, എത്ര വലിയൊരു ഭാഗ്യമാണ് ഒരു പാപിയായ മനുഷ്യന് ലഭിക്കുന്നത്. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോകരുത്. ഇത്ര വലിയ രക്ഷ നാം സ്വീകരിച്ചുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം ഏറ്റവും ധന്യമാക്കി തീർക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മിശിഹാരാജൻ അന്നാമലമേ പാടുകളേറ്റപ്പോൾ, മിശിഹാരാജൻ അന്നാമലമേ പാടുകളേറ്റപ്പോൾ, തിരുക്കാൽകരങ്ങൾ മൂന്നാണികളാൽ തറഞ്ഞു നിന്നപ്പോൾ, തിരുക്കാൽകരങ്ങൾ മൂന്നാണികളാൽ തറഞ്ഞു സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേ, ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേ, ത്യാഗത്തിൻ്റെ ധ്വനി ഞാൻ കേട്ടു കരുണയിൻ മുഖം കണ്ടു കാൽവരി മലമേലന്ന. മനുഷ്യജീവിതം ഒരു യാത്രയാണ്. ഏതൊരു യാത്രയ്ക്കും അതിൻ്റെ പര്യവസാനമുണ്ട്. നാം ഓരോരുത്തരും ഈ ലോകത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാല്യം, യൗവനം, വാർദ്ധക്യം, അതിനുശേഷം നാം മരണപ്പെടും. എന്നാൽ നമ്മുടെ മരണത്തിന് ശേഷം നാം എവിടെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. മരണത്തിനപ്പുറം ദൈവം വച്ചിരിക്കുന്ന രണ്ട് വഴികളാണ്. ഒന്ന് സ്വർഗവും മറ്റൊന്ന് നരകവും. നരകത്തിൽ പോകുവാനായിട്ട് നാം പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. കാരണം പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്ന് തിരുവെഴുത്ത് പറയുന്നു. എന്നാൽ സ്വർഗരാജ്യത്തിൽ പോകുവാനായിട്ട് എല്ലാ കാര്യങ്ങളും കർത്താവായ യേശുക്രിസ്തു ചെയ്തിരിക്കുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്, ആ വഴിയിലൂടെയാണ് നമുക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനായിട്ട് സാധിക്കുന്നത്, സ്വർഗത്തിലേക്ക് പ്രവേശനം നേടുവാനായിട്ട് സാധിക്കുന്നത്. എങ്ങനെയാണ് ആ പ്രവേശനം സാധ്യമാക്കുവാനായിട്ട് കഴിയുന്നത് എന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തുവിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. എന്ത് വിശ്വസിക്കണം? കർത്താവേ, ഞാനൊരു പാപിയായിരിക്കുന്ന മനുഷ്യനാണ്, എൻ്റെ ജീവിതത്തിൽ അകൃത്യങ്ങളുണ്ട്, എൻ്റെ ജീവിതത്തിൽ പാപങ്ങളുണ്ട്, എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനായിട്ടാണ്, എൻ്റെ ശിക്ഷാവിധി നീക്കുവാനാണ് കർത്താവായ യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിച്ചത് എന്ന് ഞാൻ സമ്പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവർക്കാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ യാത്രയുടെ പര്യവസാനം സ്വർഗത്തിൽ എത്തിച്ചേരുവാനായിട്ട് ഇടയായിട്ട് തീരട്ടെ.
കേൾക്കട്ടെ. അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കർത്താവിനെ, ഈ രക്ഷിതാവിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കുമോ? അങ്ങനെ ഏറ്റെടുക്കുന്നവർക്ക് നിത്യതയിൽ കർത്താവിനോടൊപ്പം ആ സ്വർഗീയമായിരിക്കുന്ന ആ സന്തോഷത്തിൽ വസിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്, ഈ കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്, നിങ്ങൾക്ക് വേണ്ടിയാണ് രക്ഷാകര പദ്ധതി ഒരുക്കിയത്. ഈ കർത്താവിലേക്കൊന്ന് മടങ്ങി വരുമോ? ഈ കർത്താവിനെ സ്വന്തം നാഥൻ രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുമോ? എങ്കിൽ നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതും എന്നുള്ളത് സുനിശ്ചിതമാണ്. അങ്ങനെ സ്വർഗരാജ്യത്തിൽ പേരുള്ളവരായിട്ട് സന്തോഷത്തോടെ നമുക്ക് നമ്മുടെ യാത്ര പര്യവസാനിപ്പിക്കാം. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അവിടുന്ന് എത്ര നല്ലവനെന്നോർ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഈ ലോക ജീവിതയാത്ര മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. അതിനപ്പുറം സ്വർഗീയമായിരിക്കുന്ന ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അവിടെ ഞങ്ങൾക്ക് അതിനുവേണ്ടി എല്ലാ മാർഗങ്ങളും ഒരുക്കി നൽകിയിട്ടുണ്ട്. ആ മാർഗം സ്വീകരിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് തന്നെ താഴ്ത്തി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവിടുന്ന് കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു. ഞങ്ങളുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് മരിക്കുവാനായിട്ട് ഇടയായി. അവിടെ ഞങ്ങൾക്ക് നിത്യജീവനെ നൽകി. നിത്യമായിരിക്കുന്ന രക്ഷ അവിടുന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ രക്ഷ സ്വായത്തമാക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഏവരെയും അവിടുന്ന് സഹായിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും കേട്ടതോർത്ത് സ്തോത്രം. എല്ലാ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ ദൈവവചന സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ് 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyasathyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. ഈ പ്രോഗ്രാമിൻ്റെ മറ്റു സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുന്നതിനായി ഞങ്ങളുടെ സത്യസത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യസത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സത്യം സത്യമാ സത്യം സത്യം